നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വരുന്ന ഓഗസ്റ്റ് 30 നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്കിനി പറയാനുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് കൂടുതൽ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും പല ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ദേശത്തിനനുസരിച്ചിട്ട് ലാംഗ്വേജസ് വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ അതായത് നമ്മൾ മലയാളം യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കന്നഡ ഭാഷ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഹിന്ദി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തുള്ളവരും പല ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലാംഗ്വേജ് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പലതരത്തിലുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുമുള്ള 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇത് മെഷീൻ ഓറിയന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. അതായത് മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജസ്. അതുപോലെ തന്നെ ഈ ലോ ലെവൽ ലാംഗ്വേജസിനെ പറ്റി അറിയാവുന്നവരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെയും കോൺഫിഗറേഷൻസിനെ പറ്റിയൊക്കെ നല്ല നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ലോ ലെവൽ ലാംഗ്വേജസ് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ലോ ലെവൽ ലാംഗ്വേജ് തന്നെ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജും ഉണ്ട്, അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. അപ്പൊ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന് ഡയറക്ട്ലി മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഇതിൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റ് ആണ് ഈ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് ഈ മെഷീൻ ലാംഗ്വേജ് റൈറ്റ് ചെയ്തിരിക്കുന്നത് സീറോസ് ആൻഡ് വൺസ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 ബിറ്റ് 1 ബിറ്റ്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണല്ലോ. അപ്പൊ ഇതിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ്, പോസിറ്റീവ് നെഗറ്റീവ് സിഗ്നൽസ് മാത്രമേ അതിന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ സീറോസും വൺസും ആയിട്ടുള്ള ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് താഴെ കാണാം. എങ്ങനെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 01001011 എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടറിനെ പറ്റി എക്സ്റ്റെൻസീവ്, അതായത് നല്ല നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കണ്ടാല് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ മെഷീൻ ലാംഗ്വേജിനെ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഏതാണ്? ലോ ലെവൽ ലാംഗ്വേജ് ആയ മെഷീൻ ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് ആണ്. നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജിൽ ബിറ്റ്സ് ആയിട്ടുള്ള സീറോസ് ആൻഡ് വൺസ് ആണ് യൂസ് ചെയ്തിരുന്നതെന്നും അതുപോലെ തന്നെ അത് നമുക്ക് മനസ്സിലാവാൻ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സീറോസ് ആൻഡ് വൺസിനെ ചില ന്യൂമോണിക് കോഡ്സ്, ചില സിംബോളിക് കോഡ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ആഡ്, സബ്, മൂവ് അങ്ങനെയൊക്കെയുള്ള ചില കോഡ്സ് യൂസ് ചെയ്തിട്ട് ഈ മെഷീൻ, അതായത് സീറോസ് ആൻഡ് വൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സിംബോളിക് കോഡ്സ് എന്ന് പറയും. ഈ സിംബോളിക് കോഡ്സിനെ അറിയപ്പെടുന്ന പേര് നിമോണിക്സ് അല്ലെങ്കിൽ നിമോണിക് കോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിമോണിക് കോഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിമോണിക് കോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് ഡയറക്ട്ലി മനസ്സിലാവത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അസംബ്ലർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ലാംഗ്വേജ് ആണ്
ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സിമ്പിൾസും യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലാംഗ്വേജിനെ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ആർക്ക് മനസ്സിലാവത്തില്ല? നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല. അപ്പോ കമ്പ്യൂട്ടറിന് മനസ്സിലാകാൻ വേണ്ടി ഇതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസിനെ മാത്രമല്ല അസംബ്ലി ലാംഗ്വേജിനെയും നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റ് ലാംഗ്വേജസിൽ എഴുതുന്ന പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ ഇവയൊക്കെയാണ്. അപ്പൊ അസംബ്ലർ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണെന്ന്. ഇനി നമുക്ക് കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താണെന്ന് നോക്കാം. കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഹോൾ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് കമ്പൈലർ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സി കമ്പൈലർ ആണ്. അപ്പൊ സി കമ്പൈലറിലെ കമ്പൈലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫുൾ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലെ ഓരോ സിംഗിൾ ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. ബേസിക്കില് ഓരോ സിംഗിൾ ഇൻസ്ട്രക്ഷൻസിനെയാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രോഗ്രാമറിനെ പറ്റിയിട്ടാണ്. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പ്രോഗ്രാമിംഗ് നോളജ് ലാംഗ്വേജസിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ തയ്യാറാക്കുന്ന ആൾക്കാരെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു മേക്സ് പ്രോഗ്രാം യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് പ്രോഗ്രാംസ് തയ്യാറാക്കുന്ന ആൾക്കാരെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണെന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഡാ ലവ്ലൈസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ഓരോ പ്രോഗ്രാംസും തയ്യാറാക്കുമ്പോൾ അതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ്, അതായത് നമ്മൾ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പ്രോഗ്രാം എഴുതണം എന്ന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഡിഫൈൻ ഹൗ ടു റൈറ്റ് എ പ്രോഗ്രാം. അതായത് എന്തൊക്കെ റൂൾസ്, അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ റൂൾസിനെ ആണ് സിന്റാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി എങ്ങനെ ഓടിക്കണം, ഏത് സൈഡിലൂടെ ഓടിക്കണം, അങ്ങനെ കുറച്ച് റൂൾസ് ഇല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ ലാംഗ്വേജിനും ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റൂൾസിനെയാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വേർഡാണ് അൽഗോരിതം. ഇപ്പൊ പ്രോഗ്രാമിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് അൽഗോരിതം എന്താണെന്ന്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം ഒരു പ്രോഗ്രാം 2 നമ്പർ ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മ് കിട്ടാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എഴുതണം.
അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ആദ്യമേ നമ്മൾ ഒരു അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കും. ഇപ്പൊ നമ്മൾ പറയട്ടെ, നമ്മൾ ഒരു വീട് വെക്കാൻ പോകുന്നു. അപ്പൊ വീട് വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീട് വെക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കും. അതായത് നമ്മുടെ ബെഡ്റൂം എവിടെ വരണം, കിച്ചൺ എവിടെ വരണം, എന്തൊക്കെ നമ്മുടെ വീടിനകത്ത് വേണം, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കും. എന്നിട്ട് ആ പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ, തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമേ എന്ത് തയ്യാറാക്കും, അൽഗോരിതം തയ്യാറാക്കും. അൽഗോരിതം തയ്യാറാക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ അൽഗോരിതം തയ്യാറാക്കുന്നതാണ് ബെറ്റർ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ 2 നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. കാൽക്കുലേറ്ററിൽ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യുന്നേ, കാൽക്കുലേറ്റർ എടുത്തു, ആദ്യമേ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു, അതിനുശേഷം ആഡ് ചെയ്യാനുള്ള പ്ലസ് സൈൻ കൊടുത്തു, അടുത്തത് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ നമ്പർ കൊടുത്തു, ഈക്വൽ സൈൻ കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ റിസൾട്ട് നമ്മുടെ സ്ക്രീനിൽ കാണും. അതുപോലെ നമ്മൾ എന്തൊക്കെ വേണം എന്ന് നമ്മൾ ഇപ്പൊ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ ആദ്യമേ ആലോചിച്ച് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതും. അതിനെ ആണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു അൽഗോരിതം എഴുതിയിട്ടുണ്ട്. അപ്പോ അതിന്റെ അൽഗോരിതം ഒന്ന് നോക്കാം. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള അൽഗോരിതമാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന സ്റ്റാർട്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റോപ്പുമായിരിക്കും എല്ലാ അൽഗോരിതത്തിലും. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ട്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിക്ലെയർ എ കോമ ബി കോമ സം. ഇവിടെ ഞാൻ എ ബി സം 3 പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വേരിയബിൾസ് ആണ്. വേരിയബിൾസിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. വേരിയബിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോ ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യണം. അപ്പൊ ആ 2 നമ്പറിനെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേരാണ് ഞാൻ എയും ബിയും കൊടുത്തേക്കുന്നത്. ഇപ്പൊ എനിക്ക് 10, 20 2 നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം കൊടുക്കുന്ന 10 എന്ന് പറയുന്ന നമ്പർ എയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എ ഈസ് ഈക്വൽ ടു 10. അടുത്തത് 20 ആണെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 20. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ. പിന്നെ ഇതിനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാനാണ് ഞാൻ സം എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് 3 വേരിയബിൾ വേണം, എയും ബിയും സം. ഇനി അടുത്ത സ്റ്റെപ്പ് എയെയും ബിയെയും റീഡ് ചെയ്യണം. കമ്പ്യൂട്ടർ റീഡ് ചെയ്യണം. അതിനാണ് റീഡ് എ കോമ ബി എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റീഡ് ചെയ്ത എയെയും ബിയെയും ആഡ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 4. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്ത റിസൾട്ട് ആണ് സമ്മിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് ഡിസ്പ്ലേ സം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, സ്റ്റോപ്പ്. സം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിനെ ആണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ ഞാൻ ഈ അൽഗോരിതം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫ്ലോ ചാർട്ടിനെ പറ്റിയിട്ടാണ്. ഫ്ലോ ചാർട്ട് നമ്മൾ അൽഗോരിതത്തെ പറ്റി പറഞ്ഞു. അൽഗോരിതം എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതത്തിനെ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതമാണ് ഫ്ലോ ചാർട്ട്. ഇനി ഈ അൽഗോരിതത്തെ പിക്ചറായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഫ്ലോ ചാർട്ടിൽ കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഏതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ് ആണ്. ഓവൽ ഷേപ്പ് സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും സൂചിപ്പിക്കുന്നു. അടുത്തേന്ന് പറഞ്ഞാൽ പാരലലോഗ്രം ആണ്. പാരലലോഗ്രം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് ഡിസിഷൻ ബോക്സ് ആണ്, അതായത് റോംബസ് ആണ്. റോംബസ് ഡിസിഷൻ ബോക്സിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക, ഇഫ് പറയുമ്പോൾ യെസ് ഓർ നോ 2 കണ്ടീഷൻസ് വരാം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഡിസിഷൻ ബോക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ആരോ
ഫ്ലോ ഓഫ് ഡേറ്റയെയും സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ കണക്ടറിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ അൽഗോരിതം തയ്യാറാക്കിയില്ലേ, 2 നമ്പറിനെ ആഡ് ചെയ്ത് സമ്മ് കിട്ടുന്ന ഒരു അൽഗോരിതം നമ്മൾ തയ്യാറാക്കി. ആ അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, സ്റ്റാർട്ട് എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ സ്റ്റാർട്ട് ഏതിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഓവൽ ഷേപ്പിലാണ് സ്റ്റാർട്ട് വരുന്നത്. അടുത്തത് 2 നമ്പേഴ്സിനെ നമുക്ക് റീഡ് ചെയ്യണം. അതുപോലെ തന്നെ സമ്മ് കിട്ടുന്നതിനെ സ്റ്റോർ ചെയ്യാനും ഒരു വേരിയബിൾ വേണം. അങ്ങനെ 3 വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ റെക്റ്റാങ്കിളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡിക്ലെയർ എ കോമ ബി കോമ സം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയെയും ബിയെയും റീഡ് ചെയ്യുക എന്നതായിരുന്നു. അപ്പൊ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുകയാണ്. ഇപ്പോ അതിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ അടിച്ചു കൊടുക്കും, അതിനെ റീഡ് ചെയ്ത് എയില് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പർ കൊടുക്കുമ്പോൾ ബി വേരിയബിളില് സ്റ്റോർ ചെയ്യും. അതാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൻപുട്ട് ആണ് നടക്കുന്നത്. അപ്പൊ റീഡ് എ കോമ ബി ഏതില, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരലലോഗ്രത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ റീഡ് എ കോമ ബി. അതുപോലെ തന്നെ അടുത്ത എന്തായിരുന്നു, സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് റീഡ് ചെയ്ത എയുടെയും ബിയുടെയും വാല്യൂവിനെ ആഡ് ചെയ്ത് സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അതാണ് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതൊരു പ്രോസസ്സാണ്, റെക്റ്റാങ്കിളിൽ കൊടുത്തു. ഇനി നോക്കിയേ, ആ ഒരു പ്രോഗ്രാം എനിക്ക് അവിടെ പേജിൽ തികയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കി അടുത്ത പേജിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ കണക്ടർ ആയിട്ടുള്ള സർക്കിൾ യൂസ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അവിടെ കണക്ടർ കൊടുക്കണം. അതാണ് രണ്ടിടത്തും സർക്കിൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, അതായത് എയും ബിയും ആഡ് ചെയ്തു സമ്മിൽ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം, നമ്മുടെ സ്ക്രീനിൽ വരണം. അതാണ് പ്രിന്റ് സമ്മ്. പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ആണ്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത്. അതാണ് പ്രിന്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട്. പാരലലോഗ്രത്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രോസസ് ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ ഇത്രയുമാണ്, ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് അൽഗോരിതവും ഫ്ലോ ചാർട്ടും തയ്യാറാക്കണം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ അൽഗോരിതത്തെ പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലോ ചാർട്ടിൽ ഏതൊക്കെ സിമ്പിൾസ് ആണ്, എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. നമ്മുടെ സം കാണാനുള്ള ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ 8 എന്ന് കൊടുത്തു, എയിൽ 8 സ്റ്റോർ ആയി. സെക്കൻഡ് നമ്പർ 7 എന്ന് കൊടുത്തു, ബിയിൽ 7 സ്റ്റോർ ആയി. പിന്നെ ഇത് സം ഈസ് എന്ന് പറയുമ്പോഴത്തേക്കും 8ഉം 7ഉം കൂടി ആഡ് ചെയ്ത് 15 എന്നുള്ള വാല്യൂസ് നമ്മുടെ സ്ക്രീനിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിൽ ചില തെറ്റുകളൊക്കെ വരാം, എറേഴ്സ് ഒക്കെ വരാം. അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് ബഗ് എന്നറിയപ്പെടുന്നത്. അപ്പോ എറേഴ്സ് ഫൗണ്ട് ഇൻ ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന തെറ്റിനെയാണ് ബഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ബഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, എററിനെയാണ് ബഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എറേഴ്സിനെ കണ്ടുപിടിച്ച് തെറ്റുകൾ തിരുത്തുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെ ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് കറക്റ്റിംഗ് ദ എറർ ഇൻ എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് ഡീബഗ്ഗിംഗ്. അപ്പൊ ബഗ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം, എറർ അത്രയും മനസ്സിലാക്കിയാൽ മതി. എററിനെ, അതായത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ വരുന്ന എറേഴ്സിനെ ബഗ് എന്നും ആ എറർ കണ്ടുപിടിച്ച് തിരുത്തുന്നതിനെ ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ വരാവുന്ന എറേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 2 തരത്തിലുള്ള എറേഴ്സ് ആണുള്ളത്. സിന്റാക്സ് എററും ഉണ്ട്, ലോജിക്കൽ എററും ഉണ്ട്. അല്ലെങ്കിൽ സിന്റാക്സ് എററും സെമാന്റിക് എററും ഉണ്ട്. സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് പ്രോഗ്രാം എഴുതുന്നതിന്. സിന്റാക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രോഗ്രാം എഴുതുന്നതിന് ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ
എന്തെങ്കിലും മാറ്റം വന്നാൽ ഉണ്ടാകുന്ന എററാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ റൂൾസ് ഉണ്ട്. ആ ലാംഗ്വേജ് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ എന്തെങ്കിലും വ്യത്യാസം വന്ന്, അതായത് ഇപ്പൊ സി പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുമ്പോൾ സെമികോളൻ കൊടുക്കണം. ഇപ്പൊ ഒരു സെമികോളൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സിൻടാക്സ് എറർ ആണ്. പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സിൻടാക്സ് എറർ വരുന്നത്, എങ്ങനെയാണ് സെമാന്റിക് എറർ വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ കണ്ടോ, ഇൻഡ് എ കോമ ബി. അപ്പൊ ഇൻഡ് എ കോമ ബി കഴിഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കണം, സെമികോളൻ കൊടുക്കണം. അപ്പൊ സെമികോളൻ ഇവിടെ മിസ്സിംഗ് ആണ്. അതെന്താണ്, അതൊരു സിൻടാക്സ് എറർ ആണ്. അതുപോലെ തന്നെ സിൻടാക്സ് എററിനെ പറയുന്ന മറ്റൊരു പേരാണ് കമ്പൈൽ ടൈം എറർ എന്നും പറയും. ഇനി നമുക്ക് രണ്ടാമത്തത് ലോജിക്കൽ എറർ ആണ്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റായ രീതിയിൽ കൊടുത്തില്ല എങ്കിൽ വരുന്ന എററാണ് ലോജിക്കൽ എറർ. അപ്പൊ ഈ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഇപ്പം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ തന്നെ നമുക്ക് സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ കാണിച്ചു തരും, ഇന്ന ലൈനിൽ എറർ ഉണ്ട് എന്നൊരു സൂചന നമുക്ക് തരും. പക്ഷെ ലോജിക്കൽ എറേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. നല്ല നോളജ് ഒക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എറർ ഡ്യൂ ടു അൺഇംപ്രോപ്പർ യൂസ് ഓഫ് എ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലാണ് ലോജിക്കൽ എറർ വരുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു സമ്മ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതി. അപ്പോൾ സമ്മിന് പകരം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞേക്കുന്നത് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി സെമികോളൻ, അങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതിൽ സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷേ പ്രോഡക്റ്റ് എന്താണ്, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഓപ്പറേഷൻ കൊടുത്തേക്കുന്നത്, ഡിവിഷൻ. എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ കിട്ടത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് ലോജിക്കൽ എറർ അല്ലെങ്കിൽ സെമാന്റിക് എറർ അല്ലെങ്കിൽ റൺ ടൈം എറർ എന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റും. കമ്പൈൽ ചെയ്യുമ്പോൾ എറർ ഒന്നും കാണിക്കില്ല, പക്ഷെ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അങ്ങനെയുള്ള എററാണ് ലോജിക്കൽ എറർ അല്ലെങ്കിൽ റൺ ടൈം എറർ അല്ലെങ്കിൽ സെമാന്റിക് എറർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് എറേഴ്സ് ആണുള്ളത്, സിൻടാക്സ് എററും ലോജിക്കൽ എറർ അല്ലെങ്കിൽ സെമാന്റിക് എററുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു സി പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സിൻടാക്സ് എറർ വരുന്നത്, സെമാന്റിക് എറർ വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം അൽഗോരിതം തയ്യാറാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുക. പ്രോഗ്രാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ എറർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്ത് നോക്കും. ഇപ്പം സ്ക്രീനിൽ നോക്കിയേ, ഞാനത് കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് ഞാൻ കമ്പൈൽ കൊടുത്തു. കമ്പൈൽ കൊടുത്തിട്ട് നമ്മളിവിടെ നോക്കും. കണ്ടോ, വാണിംഗ് 00, അതുപോലെ തന്നെ എറേഴ്സ് 00. അപ്പൊ എറർ ഒന്നുമില്ല. അപ്പൊ പ്രസ് എനി കീ, ഏതെങ്കിലും ഒരു കീയിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും. ഇനി ഞാൻ ഈ പ്രോഗ്രാമിൽ എറർ വരുത്താൻ പോവുക. ഇപ്പം കണ്ടോ, ഇൻഡ് എ കോമ ബി കോമ സമ്മ്, എൻ്റെ ആ കഴ്സർ ബ്ലിങ്ക് ചെയ്തെടുത്തൊരു സെമികോളൻ ഉണ്ടായിരുന്നു, അത് ഞാൻ അവോയ്ഡ് ചെയ്തു. അത് കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്തപ്പോൾ അവിടെ എന്ത് കാണിച്ചു, ഒരു എറർ കാണിച്ചു. ആ എറർ ഏതാണെന്ന് താഴെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഡിക്ലറേഷൻ സിൻടാക്സ് എറർ എന്ന് താഴെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ലൈനിലാണ് എറർ വന്നിരിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഈ പ്രോഗ്രാം കറക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ അവിടെ സെമികോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പ്രോഗ്രാമിൽ നമ്മൾ കാണിച്ച എറർ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് സിൻടാക്സ് എറർ. വീണ്ടും ഞാൻ കമ്പൈൽ ചെയ്ത് നോക്കിയാണ്. കമ്പൈൽ ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് വന്നത്, എറേഴ്സ് ഒന്നുമില്ല, 0 എറർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിൻടാക്സിൽ, അതായത് സെമികോളൻ വരേണ്ടടുത്ത് സെമികോളൻ വരണം, അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എററാണ് സിൻടാക്സ് എറർ. ഇപ്പം ഞാൻ ഇനി എറർ മാറ്റിയതിന് ശേഷം ഇത് റൺ ചെയ്ത് നോക്കിയാണ്. എൻ്റർ ഫസ്റ്റ് നമ്പർ നമ്മളവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഞാൻ 78 കൊടുത്തു. അടുത്ത എൻ്റർ സെക്കൻഡ് നമ്പർ 10 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. അപ്പം ബി എന്ന് പറയുന്ന വേരിയബിളിൽ എയിൽ 78ഉം ബിയിൽ 10ഉം സ്റ്റോറായി. സം എന്ന് പറയുന്ന 78ഉം 10ഉം കൂടെ ആഡ് ചെയ്ത് 88 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് രണ്ട് നമ്പർ ആഡ് ചെയ്ത് സമ്മ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നമ്മൾ എഴുതി. അതിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്.
ഇനി നമുക്ക് സെമാൻറ്റിക്സ് എറർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം നോക്കി സ്റ്റേറ്റ്മെന്റിൽ സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നായിരുന്നു. അപ്പം സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എയെയും ബിയെയും കൂടി ആഡ് ചെയ്യണം. അവിടെ ഞാൻ മാറ്റിയിട്ട് എ ബൈ ബി എന്നാക്കി. അതിനുശേഷം ഞാനിപ്പോൾ കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നോക്കിയേ, എറർ ഒന്നും വന്നിട്ടില്ല. 0 എററാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഓപ്പറേറ്റർ കൊടുത്തത് ബൈ ആണ്, ഡിവിഷന്റെ ആണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ റൺ ചെയ്ത് നോക്കി. ഇപ്പൊ നോക്കി, എൻ്റെ ഫസ്റ്റ് നമ്പർ 80 ആണ്, രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്തു 20 ആണ്. ദ സം ഈസ് എന്താണ് വന്നേക്കുന്നത്? 4 എന്നാണ് വന്നേക്കുന്നത്. 80 പ്ലസ് 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ടത് 100 ആയിരുന്നു. പക്ഷെ ആൻസർ വന്നിരിക്കുന്നത് എന്താണ്? 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എററാണ് വന്നിരിക്കുന്നത്? ലോജിക്കൽ എറർ അല്ലെങ്കിൽ സെമാൻറ്റിക് എറർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം കറക്റ്റ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്